സീസൺ 6 ഇപ്പോൾ കൂടുതലായിട്ടുള്ളത് പെണ്ണുങ്ങളാണ്. ശ്രീലേഖ, ശരണ്യ, അപ്സര, ശ്രീതു, നോറ, ജാസു, നന്ദു, അങ്ങനെ സ്ത്രീകളുടെ ഒരു വലിയ പട തന്നെ അവിടെയുണ്ട്. ഇവർക്കിടയിൽ കിടന്ന് കുഞ്ഞിപ്പുഴു കുത്തിക്കളിക്കുന്നുണ്ട്. സ്ത്രീ തന്നെയാണ് റസ്മിൻ. ഇന്ന് റസ്മിനാണ് നമ്മുടെ സബ്ജക്റ്റ്. ആക്ച്വലി ഇവർ കാണിക്കുന്നതൊക്കെ തന്നെ അട്ടർ ഫേക്ക് ആയിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. വേണ്ട ഇടത്തിൽ പ്രതികരിക്കാതെ മറ്റുള്ളവരെ തമ്മിൽ തല്ലിപ്പിച്ചു കൊണ്ട് നടക്കുന്ന ഒരു സൈലന്റ് കില്ലറായിട്ട് എനിക്ക് റസ്മിനെ ഒരുപാട് നാളായിട്ട് തോന്നുന്നുണ്ട്. ആക്ച്വലി എന്താണ് അവരോടുള്ള ദേഷ്യമെന്ന് എനിക്കറിയത്തില്ല. നോർമലി അവരെ കാണുമ്പോൾ തന്നെ ഒരു വെറുപ്പും ഒരു ഇറിറ്റേഷനും തോന്നാറുണ്ട്. ആരോടെയും മര്യാദയ്ക്കിരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്കറിയില്ല. ഒന്നീ മടിയിൽ കയറി കിടക്കുക, അല്ലെങ്കിൽ മുലകൾക്കിടയിലേക്ക് കയറി കിടക്കുക, ആകെ മൊത്തത്തിൽ ഒരു ഒലിപ്പീരും ഒരു കെട്ടിപ്പിടുത്തു പെൺകുട്ടികളുടെ പർപ്പസിൽ. ഇപ്പോൾ എവിക്ഷൻ വന്ന സമയത്ത് പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ആണുങ്ങളൊക്കെ എവിക്റ്റ് ആയിട്ട് വരുന്നുണ്ട്, അവരെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ വിടും. പക്ഷെ പെണ്ണുങ്ങളെ പിടിക്കുമ്പോൾ ഒരു പ്രത്യേകതരം പിടുത്തമാണ്. അപ്പം ഇങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി അതിനോട് തോന്നുന്നത് ചില കാഴ്ചകൾ കാണുമ്പോൾ നമുക്കൊരു അരുവരുപ്പ് തോന്നാനുള്ള റീസൺ അൺവാണ്ടഡ്ലി കിടന്നുള്ള ഈ ഒരു പിടുത്തമാണ്. എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഇവർക്കിടയിൽ ഏറ്റവും കൂടുതൽ നിന്ന് കളിച്ചിട്ടുണ്ട്, അതായത് രണ്ട് പ്രണയിതാക്കൾ ഉണ്ടെങ്കിൽ അവർക്കിടയിൽ നിന്ന് കളിക്കും. അവർക്കിടയിൽ നിന്ന് കളിച്ചിട്ട് അവരുടെ പ്രശ്നങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച് അവരെ കെട്ടിപ്പിടിക്കാനുള്ള അവസരമാണ് ഉപയോഗിക്കുക. ഉദാഹരണം ശ്രീതു ആൻഡ് അർജുൻ. അപ്പോൾ അവരെ ഷോർട്ട് ഫോമാണ് ശ്രീജു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അർജുനും ഇവളും തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങൾ വല്ലതും വന്നാൽ അവരൊന്ന് തിരുത്തി എൻ്റെ ഒപ്പം ഒന്ന് ചേർത്ത് നിർത്തിയ പെൺകുട്ടികൾ കംഫർട്ടാകാനൊന്ന് കെട്ടിപ്പിടിക്കാൻ ചെന്നാൽ അത് ഒരു വലിയ കാര്യം, സന്തോഷമുള്ളൊരു കാര്യം എന്ന രീതിയിലാണ് റസ്മിൻ ഇതുവരെ ബിഹേവ് ചെയ്തിട്ടുള്ളത്. ഇനി അവളുടെ അടുത്ത പാർട്ട്ണർ ആരാണ്? നോറയാണ്. എനിക്കിന്ന് മനസ്സിലാവാത്തൊരു കാര്യം, അപ്സര ചുമ്മാതിരിക്കുന്നു, ഒരു പ്രശ്നവുമില്ല, അവിടെ എങ്ങും ഒരു പ്രോബ്ലവുമില്ല. പക്ഷെ ഓടി അങ്ങോട്ട് വന്നിട്ട് അപ്സരയെ ഒന്ന് കെട്ടിപ്പിടിക്കണം. കുറച്ച് തഴപ്പുള്ളത് അതാണെന്ന് തോന്നുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഒന്നുകിൽ ഇതൊന്ന് റിയാലിറ്റി ആ പെൺകുട്ടികളെ അറിയിക്കുക. നാളെ പിറ്റേന്ന് പിള്ളേർ പുറത്തു വന്ന ശേഷമാണ് വിവരം അറിയുന്നെങ്കിൽ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ് ഈ ഒരു വൃത്തികേട്. ഒരു കാരണവശാലും ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ അവർക്കിടയിൽ നിന്നുകൊണ്ട് അവരെ ഉപയോഗിക്കാനായിട്ട് ബ്രോക്കർ ചമഞ്ഞ സൈക്കോ ബിക്കോസിന് നടുവിരൽ നമസ്കാരം. ഇത് റിവീൽ ചെയ്യേണ്ട ഒരു വലിയ കാര്യമാണ്. നിരന്തരമായി എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേട്ട് പ്രശ്നം സോൾവ് ചെയ്യുന്ന, മഹത്വവൽക്കരിക്കുന്ന ഒരു പ്രത്യേകതര ജീവിയായിട്ട് നോറ അവിടെ നിൽക്കുന്നുണ്ട്. അൻസിബയൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ അടുപ്പിക്കാറില്ല. ഇനി കംഫർട്ട് വേണമെന്ന് വെച്ചാൽ തന്നെ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ബാഡ് ടച്ച് അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നാണ്. ഇന്നും അപ്സരയോട് കാണിച്ച ആ ഒരു രീതി കാണുന്നത് കൊണ്ടാണ് ഞാനിന്ന് വീഡിയോ തന്നെ ചെയ്തത്. ആക്ച്വലി അപ്സരയും അത് ആഗ്രഹിക്കുന്നില്ല. ഒരു പ്രശ്നവുമില്ല, ഒരു പ്രോബ്ലമില്ല. പെട്ടെന്ന് പോയി ഒരാളുടെ പള്ളയിലേക്ക് കിടക്കുക എന്ന് വെച്ചാൽ, പള്ള മീൻസ് വയറിൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തുള്ളൊരു സാധനം, അതാണ് ഉദ്ദേശിച്ചത്. അവിടേക്ക് പോയി അവളെ കെട്ടിപ്പിടിച്ചൊന്ന് നിന്ന് ആ മണമൊന്ന് നുകർന്നെടുത്ത ശേഷം റിലാക്സ് ആയി പുറത്തേക്ക് പോകുന്നു. എന്തിനു വേണ്ടി? എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ. ഇന്ന് അവിടെ നടന്നൊരു പ്രശ്നം അത് വയലൻസ് ആകാൻ സാധ്യതയുണ്ട്. കാരണം നോറയെയും ജാസ്മിനെയും ബേസ് ചെയ്തിട്ടാണ് പ്രശ്നം നടക്കുന്നത്. അതൊരൊറ്റ പറച്ചിൽ തീരാവുന്നതേ ഉള്ളൂ. റസ്മിനെ അടുപ്പിക്കാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ജാസ്മിനോടത് പറയാം. അൻസിബ പിന്നെ ജാസ്മിനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു സാധനമാണ്. പക്ഷെ സത്യത്തിൽ അവിടെ നടന്നത്, നോമിനേറ്റ് ചെയ്യപ്പെട്ടത് ജാസ്മിൻ ആണെങ്കിലും നോമിനേറ്റ് ചെയ്തത് ബാക്കിയുള്ളവരാണ്. ഈ നോറ മാറി നിന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അത് വെളിപ്പെടുത്താതെ വീണ്ടും നോറ വിളിച്ച ഉടനെ മുറിയിലേക്ക് പിറകെ പോയി നോറയോടൊപ്പം കട്ടിലിൽ കയറി കിടന്നു. അവിടെയും നോറയ്ക്കൊപ്പം ഒരു സീൻ നടത്തുക. സോ ആകെ മൊത്തം എല്ലാവർക്കും പോയി ഒരു കെട്ടിപ്പിടിക്കാൻ മെറ്റീരിയലായിട്ട് നിൽക്കുന്നത് സത്യത്തിൽ സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ടുള്ളതെന്ന് എൻ്റെ സംശയമാണ്. എനിക്കും നിങ്ങൾക്കും ഒരേ അഭിപ്രായമാണോ എന്നറിയാൻ എനിക്കൊരു കൗതുകമുണ്ട്. കമൻറ്റിലിടുമല്ലോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. റസ്മിൻ്റെ ഈ ഓവർ കെയറിങ്ങും ഓവറായിട്ടുള്ള കെട്ടിപ്പിടുത്തവും നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. താങ്ക് യു സോ മച്ച്.